ഗോവിന്ദചാമിയെ പിടികൂടാനുണ്ടായിരുന്നു റിജിൽ മാക്കുറ്റി അല്ലേ? ഈ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, എന്റെ ഒരു ജീവിതത്തിൽ ആ ക്രിമിനലിനെ, ഈ നാട് ലോകം വെറുക്കുന്ന ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടിട്ട് അയാളെ പിടിക്കാൻ പറ്റിയതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എങ്ങനെയാ റിജിൽ അങ്ങോട്ടേക്ക് എത്തിയത്? ഈ രാവിലെ മുതൽ 9 മണി മുതൽ ഈ പോലീസിന്റെ കൂടെ നാട്ടുകാരോടൊപ്പം നമ്മളും സെർച്ചിലായിരുന്നു. അവസാനമാണ് നെഹ്റു യുവകേന്ദ്രന്റെ കിണറ്റിനകത്ത് ഇയാൾ ഉണ്ട് എന്നുള്ളത് ശബ്ദം കേൾക്കുമ്പോൾ കിണറ്റിൽ ഇങ്ങനെ ഊർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്, കയറ് പിടിച്ചിട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കിണറ്റിൽ അത് അവിടെ യൂത്തിന്റെ ഒരുപാട് ഓഫീസ് ഉണ്ട്, അതിന്റെ അകത്താണ് കിണറ്റിൽ ഒരു ദുരൂഹമായ കിണറ്റിനുള്ളിലാണ് കിടന്നിട്ടുള്ളത്. ഇയാൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മോട്ടറിന്റെ പൈപ്പും ഒരു കയറും ഉണ്ട് പിടിച്ചിരിക്കുന്ന കാഴ്ച കണ്ടത്. ഫുൾ കിണറിന് 2 പട മാത്രമേ വെള്ളത്തിൽ കുറവ്, അങ്ങനെ ഫുൾ വെള്ളമാണ്. ആ വെള്ളത്തിൽ നിൽക്കുന്ന ഒറ്റ കൈയും കൊണ്ട്. ചെറിയ സാഹസമൊന്നുമല്ല. ശരിക്കും പോലീസല്ല, നാട്ടുകാരാണോ ഇയാളെ കണ്ടുപിടിച്ചത്? നാട്ടുകാരും പോലീസല്ല. പോലീസിന് പിന്നെ മാറിക്കാൻ കഴിയില്ല. നാട്ടുകാർ സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം അത്രയും വെറുക്കപ്പെട്ട പ്രതിയെ അവിടുന്ന് വല്ലാത്തൊരു പ്രയാസത്തിൽ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ അതിനകത്ത് ഒന്നടങ്കം ഉണ്ടായിരുന്നു. ഒരു ആഭ്യന്തര വകുപ്പിന്റെ ജയിൽ വകുപ്പിന്റെ പരാജയമാണ്. പിടിച്ചതിൽ കടിച്ചല്ല നേടേണ്ടത്. എങ്ങനെ ചാടി ഈ ജയിലിന്റെ പുറത്തുനിന്ന് ഒറ്റ കയ്യും ചാടണമെങ്കിൽ അതിന്റെ സൗകര്യം ഒരുക്കി കൊടുത്തതാരാ? അതിന് സംരക്ഷണം കൊടുത്തതാരാ? എന്തിനാ ഇങ്ങനെ ആഭ്യന്തര വകുപ്പ്? കുറെ എണ്ണം ഉണ്ടല്ലോ കാക്കി കൊടുത്തിട്ട് നികുതി പണം വാങ്ങി ചെന്ന് ജീവിക്കുന്നത്. എന്തിനാണ് ഈ പോലീസ് അധികൃതർ, ജയിൽ അധികൃതർ, എന്തിനാ പോലീസ് ഇത്രയും കൺവെട്ടിച്ച് ഒരു ജയിലിൽ ചാടി പോകാൻ ഒരു പ്രതിക്ക് സാധിക്കുമെങ്കിൽ ഇതിനകത്ത് എന്താ നടക്കുന്നത്? പ്രതികൾ രാജാക്കന്മാരും ഇവര് ഭൃത്യന്മാരുമാണോ? ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു സംവിധാനത്തിന്? സിസ്റ്റത്തിന്റെ പരാജയമാണ്. അതായത് വലിയ പരാജയം, സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. സെൻട്രൽ ജയിലിന് മുമ്പിൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യം സുനിശ്ചിതമാണ്, കൃത്യമായ കാര്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇത്ര സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സെല്ലിനുള്ളിൽ നിന്ന് ഇത്രയും പ്രധാനപ്പെട്ട, ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതി വളരെ കൂളായി ഇറങ്ങി നടന്ന് പുറത്തിറങ്ങി ജയിലിന്റെ കമ്പി അറുത്ത് പുറത്തിറങ്ങി പുതപ്പുപയോഗിച്ച് വടമുണ്ടാക്കി ഈ രണ്ടാളൊന്നും ആയിരിക്കില്ല, അതിലേക്കാട്ട് ഒരു 3-4 ആൾ പൊക്കത്തിലുള്ള വലിയ മതിൽ, ആ മതിൽ കടന്ന് വളരെ കൂളായി പുറത്തിറങ്ങി പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായി ആശങ്കയുണ്ട്. അത് മാത്രമല്ല, ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ജയിൽ മേധാവി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഈ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ ഇവിടെ നിന്ന് ജയിൽ ചാടി പോകുന്നത് എന്നതുകൂടി ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ജയിൽ മേധാവി സന്ദർശിക്കാൻ എത്തുന്നതിന്റെ തലേദിവസമെങ്കിലും അത്രമേൽ വലിയ സുരക്ഷാ സംവിധാനം ഒരു ജയിലിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോഴെങ്കിലും, ഏറ്റവും കുറഞ്ഞത് അപ്പോഴെങ്കിലും ഉണ്ടാവേണ്ടതാണ്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മറ്റു ദിവസങ്ങളിലെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ എന്താണ്, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം കൂടി ഇതിനൊപ്പം ഉയരുന്നുണ്ട്. എന്തായാലും നേരത്തെയും കണ്ണൂർ സെൻട്രൽ ജയിലിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. നേരത്തെ സ്ഥിരമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രാഷ്ട്രീയ തടവുകാരുടെ കയ്യിൽ നിന്നും കാപ്പ തടവുകാരുടെ കയ്യിൽ നിന്നുമൊക്കെ ഫോണുകൾ പിടികൂടുക, സിമ്മുകൾ പിടികൂടുക, ഒപ്പം ആയുധങ്ങൾ പിടികൂടുക, കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ പിടികൂടുക, ഇതൊക്കെ സ്ഥിരം സംഭവമാണ്. ഓരോ ഘട്ടത്തിലും അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു കൊടും ക്രിമിനൽ ഇത്ര കൂളായി, ഇത്ര ഈസിയായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. 3 ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് ഇത് അവസാനിക്കുമോ അതെയോ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.